യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ ദിനവും യേശുവിൻ്റെ കൂടെ ദിനവും യേശുവിൻ്റെ ചാരേ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. സുഭാഷിതം സഫന്യ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. The Lord your God in your midst, the mighty one will save. He will rejoice over you with gladness. He will quiet you with his love. He will rejoice over you with singing. 3 അധ്യായങ്ങളുള്ള സഫന്യ പ്രവചനം ആരംഭിക്കുന്നത് ഞാൻ ഭൂതലത്തിൽ നിന്ന് സകലത്തെയും സംഹരിച്ച് കളയും എന്നുള്ള യഹോവയുടെ അരുളപ്പാടോടുകൂടിയാണ്. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അത് എഴുതിയിരിക്കുന്നു. എന്നാൽ പുസ്തകത്തിന്റെ അവസാന വാക്യത്തിൽ ഞാൻ നിങ്ങളെ മടക്കി വരുത്തുമെന്നും ഭൂമിയിലെ സകല ജാതികളുടെയും ഇടയിൽ കീർത്തിയും പ്രശംസയും ആക്കി തീർക്കുമെന്നുള്ള യഹോവയുടെ അരുളപ്പാടോടുകൂടിയാണ്. യഹോവയുടെ ദിവസം സമീപിക്കുന്നു. ഇസ്രയേലിന്റെ പുനഃസ്ഥാപനവും മശിക വാഴ്ചയുമാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന വിഷയം. യഹോവയുടെ ദിവസത്തിന്റെ 2 സവിശേഷതകളെ പറ്റി ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. 1-ാമത്തെ സവിശേഷത യഹോവയുടെ ദിവസത്തിലെ ന്യായവിധിയെക്കുറിച്ചാകുന്നു. സർവലോക ന്യായവിധി, യഹൂദയുടെ ന്യായവിധി, ചുറ്റുമുള്ള രാജ്യങ്ങളുടെ ന്യായവിധി, യെരുശലേമിന്റെ ന്യായവിധി, ഇങ്ങനെ പോകുന്നു ന്യായവിധി പ്രവചനങ്ങൾ. 2-ാമത്തെ സവിശേഷത യഹോവയുടെ ദിവസത്തിലെ രക്ഷ എന്നുള്ളതാകുന്നു. 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ മാനസാന്തരം എന്ന വാഗ്ദാനം, 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഉദ്ധാരണം എന്നുള്ള വാഗ്ദാനം. ജനത യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവരെ ദൈവം വീണ്ടെടുക്കുന്നു. 3-ന്റെ 9-ാം വാക്യം വായിക്കുന്നത്, അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു, ഏക മനസ്സോട് അവനെ സേവിക്കേണ്ടതിന് ഞാൻ അവർക്ക് നിർമ്മലമായുള്ള ആധരങ്ങളെ വരുത്തും. നിലവിളിച്ച ശേഷിപ്പിനെ കൂട്ടിച്ചേർക്കുന്നു, അവരെ വീണ്ടെടുക്കുന്നു, പുനഃസ്ഥാപിക്കുന്നു. അപ്പോഴുള്ള അവസ്ഥയാണ് നാം വായിച്ച കുറിവാക്യം. അവർ തങ്ങളുടെ രക്ഷകനിലും വീണ്ടെടുപ്പുകാരനിലും സന്തോഷിക്കുന്നു. അവൻ അവരുടെ മധ്യേ വസിക്കുന്നു. അതാണ് മശിക രാജ്യം. മശിഹയായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ രാജ്യത്തിന്റെ പ്രജകളാണ്. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. എബ്രായർ 7:25 എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. 149-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ. ഇസ്രയേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ. സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. പൗലോസ് പറയുന്നത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. പത്രോസ് പറയുന്നത്, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ
നമുക്ക് ഈ മശിഹാ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ അതിനായി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളും അങ്ങയുടെ മശിഹാ രാജ്യത്തിൽ ആയിത്തീരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ. അങ്ങേ അല്ലാതെ വേറൊന്നും നേടുവാൻ ഇല്ലല്ലോ ഈ തരയിൽ. സ്നേഹിക്കുന്നേ 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 യേശുവേ.